അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ലാഹുവിന്റെ അടിമക്കല്ല പോരെ? ഒരു ചോദ്യമാണ്. നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്, നമ്മൾ ആലോചിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്ത്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ലാഹുവിന്റെ ദാസന് അല്ലാഹു പോരെ? നിങ്ങളെ ഇത് പലപ്പോഴും ഈ ഉസ്താദുമാർ ഓതുമ്പോൾ ചിലപ്പം പരിഹാസത്തോടെ ഓതലേ. ഈ വഹാബികൾ വന്നിട്ട് ഓതോ ഒരായത്ത് അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ലാഹുവിന്റെ അടിമക്ക് അല്ല പോരെ. ഇതാണ് നമ്മളുണ്ടാക്കിയ ആയത്താ ഇത്? ആണോ? ഇത് അല്ലാഹ് ചോദിച്ച ചോദ്യമാണ്, റബ്ബ് ചോദിക്കുന്ന ചോദ്യമാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. ഒരുപാട് മനുഷ്യർക്ക് തൗഹീദ് കൊടുത്ത ആയത്തായത്. ഒരുപാട് മനുഷ്യർക്ക് തൗഹീദ് കൊടുത്താണ്. പഴയകാല മുജാഹിദ് പണ്ഡിതന്മാര് അനുഭവം പറയാറുണ്ട്. ഇന്നത്തെ പോലല്ല, ആളും അർത്ഥമില്ലാത്തൊരു കാലത്ത് ഈ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നു. വഹാബി വരുന്നു പണ്ട് കോത്താമ്പി വരുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. വഹാബി വരുന്നു എന്നൊക്കെ പറയാം, ഒരു കോത്താമ്പി വരുന്നു എന്നൊക്കെ പറയില്ല. എന്തോ ഒരു ഭീകര ജീവി വരികയാണ്, മനസ്സിലാക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ഇതെന്തോ ഒരു ഭീകരനാണെന്നൊക്കെ വരുത്തി വെക്കാണ്. കാര്യം തന്നെ അടുപ്പിക്കരുത്. കാര്യം ഇതറിയാം, ഏറ്റവും കൊള്ളന ആർക്കാന്നറിയാം. ഇതാർക്കാണ് കൂടുതൽ ബാധിക്കാന്ന് നന്നായി അറിയുന്ന ആൾക്കാർ ഇതിന്റെ പുറകെ പണിയെടുക്കണത്. ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് ആദ്യ ഘട്ടങ്ങളിൽ വരുന്ന സമയത്ത് ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പരിപാടി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സദസ്സിൽ ഇങ്ങനെ ഇരുന്നിട്ട്. അപ്പൊ എന്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ വല്ലാതെ അസ്വസ്ഥത കാണിക്കുകയാണ്, ബഹളം വെക്കുകയാണ്. ഇതാണെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഈ പറമ്പ് കൊടുക്കൂലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ബഹളം വെക്കുക. അപ്പൊ അയാളുടെ പറമ്പിലാണ് പരിപാടി നടക്കുന്നത്. അപ്പൊ സംഗതി കുറേ ആയി ഇയാൾ ബഹളം വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിക്കാന്ന് ചോദിച്ചു ഇയാളോട്. അപ്പൊ പറഞ്ഞു, മോനെ ഇതാണെന്ന് ഞാൻ അറിഞ്ഞില്ലടാന്ന് പറഞ്ഞു. സംഗതി ഇതാന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ സംഭവം എന്താന്ന് വെച്ചാൽ ജാറ വ്യവസായത്തിനെതിരെ മൗലവി അടിച്ച് പ്രസംഗിക്കുകയാണ്. ഖബറുകൾ കെട്ടിപ്പൊക്കിയിട്ട് അവിടെ പോയിട്ട് കാണിക്കുന്ന നേർച്ചകൾ കൂത്താട്ടങ്ങൾക്കെതിരെ ശക്തമായി പ്രസംഗിക്കുകയാണ് ഈ മൗലവി. അതാണ് ഇയാളുടെ അസ്വസ്ഥത. അപ്പൊ ഞാൻ സംസാരിച്ച് എന്താ ഇതിന് മാത്രം ഇയാൾ അസ്വസ്ഥപ്പെടാൻ? ഈ ഇരിക്കണമൊക്കെ മനുഷ്യന്മാരാണല്ലോ, ഇദ്ദേഹം മാത്രം എന്താണ് അസ്വസ്ഥപ്പെടാൻ കാരണം? ഞാൻ അങ്ങനെ വിശദമായി ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചപ്പോ മൂപ്പർക്ക് 3 ടൂറിസ്റ്റ് ബസ് ഉണ്ട്. അതിന്റെ പ്രധാന വരുമാനം അജ്മീർ, നാഗൂർ, മുത്തുപ്പേട്ട. ഇതാണ് മൂപ്പർക്ക് ബേജാറായി. കാര്യം വെച്ചാൽ 3 ബസ്സാ മൂപ്പർ ചിന്തിക്കണം. പഠിച്ചവൻ ഇനി എന്റെ റൂട്ടും എന്റെ സിയാറത്ത് യാത്രയും കൂടി എന്താകും എന്നുള്ള കോലത്തിലാ മൂപ്പര്. CC അടക്കണം എങ്ങനെയാ മൂപ്പര് ആലോചിക്കണം അവിടെ ഇരുന്നിട്ട്. ഇത് ആലോചിക്കണം. ഇത് ഈ ബേജാറ് സ്വാഭാവികമായിട്ടുണ്ടാവും. ചില കാര്യങ്ങൾ എങ്ങനെ, ഇപ്പോ ഒരാള് ശവപ്പെട്ടി വിൽക്കാൻ തീരുമാനിച്ച ഒരാളാണെങ്കിൽ, ഒരു ശവപ്പെട്ടി കട നടത്തുന്ന ഒരാളാണെങ്കിൽ മൂപ്പർ ദുആ എന്തായിരിക്കും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പടച്ചോനെ ദീർഘായുസ് കൊടുക്കണേ മൂപ്പര് ദുആ ചെയ്യും. നാട്ടുകാർക്കൊക്കെ അല്ലാ ദീർഘായുസ് കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്യും മൂപ്പര് വളരെ ലാഘവത്തോടെയും വളരെയധികം ബുദ്ധിപരമായിട്ടായിരിക്കും ദുആ ചെയ്യും. പടച്ചോനെ മക്കൾക്ക് കഞ്ഞി വാങ്ങണം അല്ലാ, മരുന്നും വാങ്ങണം അല്ലാ എന്നേ പറയുള്ളൂ മൂപ്പര്. ബാക്കിയൊക്കെ അതിനകത്തുണ്ട്. ഇത് വളരെ നമ്മള് ഒന്ന് ലോജിക്കലായിട്ട് ചിന്തിച്ചാൽ തന്നെ സംഗതി കൃത്യമായിട്ട് മനസ്സിലാവും. എന്തിനാ ഇത്ര ബേജാറ്? ഈ തൗഹീദ് പറഞ്ഞ് എന്താ ഇവിടെ സംഭവിക്കുക? നിങ്ങൾ എന്തിനാ ഇത്ര ബേജാറാണ്? വഹാബി എന്ന് പറയും, കോത്താമ്പി എന്ന് പറയും, ബഹളം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് പാവപ്പെട്ട കൗമിനെ കള്ളും കൊടുത്തിട്ട് എറിയാൻ വിട്ട കാലുണ്ട്. ഏതെങ്കിലുമൊക്കെ ലോക്കൽസ് ഉണ്ടാവും നാട്ടില്, ഇവിടെ ഇന്ന് വഹാബി പരിപാടി വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓനങ്ങോട്ട് പ്രചോദിപ്പിച്ചിട്ട് അവിടെ ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വിട്ട കാലം ഒക്കെ പണ്ട് കുറച്ച് കൂടുതൽ നടക്കുമായിരുന്നു. ഇന്ന് നടക്കില്ലെന്നൊന്നല്ല ഞാൻ പറയേണ്ടത്, ഇന്ന് നടക്കും വേണ്ടി വന്നാല്. അങ്ങനെ ഒരു കാലുണ്ട്. അങ്ങനെ എറിയാൻ മൗലവി എറിയാൻ വരുന്ന കൗമ് ഓനിതൊന്നും കേട്ടിട്ടില്ല. ഉസ്താദ് പറഞ്ഞിട്ട് വരികയാണല്ലോ, ഉസ്താദ് പറഞ്ഞിട്ട് വരികയാണ്. അപ്പൊ കല്ലും കെട്ടിയിട്ട് തോർത്തില് കല്ലൊക്കെ കെട്ടി എറിയാൻ വന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മൗലവിയുടെ നായത്തോതല്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ, അല്ലാഹുവിന്റെ ദാസൻ അല്ല പോരെ? അപ്പൊ എറിയാൻ വന്നോ പതുക്കെ തോർത്ത് ആദ്യം അഴിക്കും, എന്നിട്ടൊരു കൊടയിലാണ്, പിന്നെ ഒരു കൊടയിലാണ്. അപ്പൊ ബാക്കി ഇങ്ങനെ ഓതി ഉസ്താദ് വിശദീകരിക്കണം. അല്ലാഹുവിന് പുറമെയുള്ള ശക്തികളെ പറഞ്ഞവർ നിന്നെ ഭയപ്പെടുത്തുകയാണ്. ഇൻ അറാദനി അല്ലാഹു ബിദുരിൻ ഹൽ ഹുന്ന കാശിഫാതു ദുരിഹി, അല്ലാഹു നിനക്ക് എന്തെങ്കിലും ഒരു ദുരിതം ഉദ്ദേശിച്ചാൽ ആ ദുരിതത്തെ തട്ടി നീക്കാൻ ഏതെങ്കിലും ശക്തിക്ക് കഴിയുമോ? ഔ അറാദനി ബിറഹ്മത്തിൻ ഹൽ ഹുന്ന മുംസികാതു റഹ്മതിഹി, അല്ലാഹു നിനക്കൊരു കാരുണ്യം തരാൻ ഉദ്ദേശിച്ചാൽ ആ കാരുണ്യത്തെ നിന്നിൽ നിന്ന് തടഞ്ഞു വെക്കാൻ ലോകത്തെ ഏതെങ്കിലും ശക്തിക്ക് കഴിയുമോ? ഇതൊക്കെ ഖുർആൻ ചോദിക്കുകയാണ്. അപ്പം ഉത്തരം അവന്റെ മനസ്സിൽ ഇങ്ങനെ വരും. അങ്ങനെയാണ് അള്ളാഹു ഒരു കാര്യം പഠിപ്പിക്കല്. മറുപടി ഒന്നും അള്ളാഹ് പറയില്ല.
ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. അള്ള നിനക്കൊരു ദുരിതം ഉദ്ദേശിച്ചാൽ നിന്നിൽ നിന്ന് ആ ദുരിതത്തെ തട്ടി നീക്കാൻ ലോകത്തുള്ള സർവ്വശക്തികളും വിചാരിച്ചാൽ, നീ പറയുന്ന മുഴുവൻ ശക്തികളും ഒന്നിച്ചു നിന്നാലും നിന്റെ ആ ദുരിതത്തെ നിന്നിൽ തട്ടി നീക്കാൻ കഴിയുമോ? ഔ അറാദനീ ബിറഹ്മ, അല്ലാഹു ഒരു കാരുണ്യം നിനക്ക് ഉദ്ദേശിച്ചാൽ ആ കാരുണ്യത്തെ നിനക്ക് തരാതെ പിടിച്ചു വെക്കാൻ ലോകത്തുള്ള എല്ലാ ശക്തികളും വിചാരിച്ചാൽ കഴിയുമോ? അപ്പൊ പിന്നെ മനസ്സ് മറുപടി പറഞ്ഞു, ഒരിക്കലും അത് സാധ്യമല്ല. എങ്കിൽ ഖുൽ ഹസ്ബി അല്ലാഹ്, ഖുൽ ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ല മതി എന്ന് പറയൂ. മൂപ്പർ ഒരു കൊടയാണ് തോർത്ത്, എന്നിട്ട് നിരത്തേക്കൺ വിരിച്ച് അവിടെ ഇരിക്കല, നേരെ അവിടെ ഇരിക്കല. പിന്നെ അത് കഴിയുമ്പോൾ നേരെ ചെന്നിട്ട് ആ മൗലവി ഒന്ന് കാണണമല്ലോ. അപ്പൊ ഇവൻ നാട്ടിൽ അറിയപ്പെട്ട ഗുണ്ടയായിരിക്കും. അപ്പൊ ഈ വഹാബികളൊക്കെ കൂടി വളഞ്ഞിട്ട് ഇവനൊരു കൊണ്ടുപോക്കുണ്ട്. ഇവൻ തല്ലാൻ പോവാണോ ഇടിക്കാൻ പോവാണോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ വലിയ ഗുണ്ടകളെ പോലെ മസലൊക്കെ കാണിച്ചു. മസലൊന്നും ഉണ്ടായിട്ടല്ല, മുജാഹിദുകൾ അങ്ങനെ മസലൊന്നും കാണിച്ചല്ല. എങ്കിലും ഇവനൊരു പ്രൊട്ടക്ഷനൊക്കെ സ്വീകരിച്ചിട്ട് കൊണ്ടുപോയി മൗലവിയെ കാണിച്ച്, മൗലവി ആ ആയത്തൊന്ന് എഴുതി തരുമോ എന്ന് ചോദിക്കണേ. ഏതായത്ത്? ഈ അലൈസല്ലാഹു അല്ല പോരേന്നെന്തോ ചോദിച്ചല്ലോ ഉസ്താദ്, ഖുർആനിലുണ്ടെന്ന് പറഞ്ഞിട്ട്. ആ ഉണ്ടേ, ആ ആയത്തൊന്ന് എഴുതി തരുമോ? അപ്പൊ എഴുതി കൊടുക്കും മൗലവി, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. ഇവൻ ഈ പേപ്പറും പിടിച്ചു പോവാണ്. എങ്ങോട്ടാ? ഖത്തീബ് ഉസ്താദിന്റെ മുറിയിലേക്ക്. ഉസ്താദേ ഇതെന്താ ഇത്? അറബി അന്ന് വായിച്ചാണ്, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. ഉസ്താദിന്റെ അർത്ഥം എന്താ? അള്ളാന്റെ അടിമക്ക് അല്ല പോരേന്ന്. അത് തന്നെയാണോ അതിന്റെ അർത്ഥം? അത് തന്നെയാണ് എൻ്റെ അർത്ഥം. എങ്കിൽ ആ റാത്തീബിന്റെ ബുക്കിൽ എന്റെ പേരൊക്കെ വെട്ടിയാടി. ഓൻ അന്ന് മുതൽ വഹാബിയ നാട്ടില്. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരെ, ഈ കൂടിയ ആൾക്കാരിൽ ഭൂരിഭാഗവും മനസ്സിലാക്കണം. ഈ ആയത്തുകൾ കേട്ട് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയാണോ അല്ല ഞങ്ങളോട് ചോദിച്ചത്? ഹസ്ബി അല്ലാഹ് എന്ന് പറയാനാണോ അല്ല ഞങ്ങളോട് പഠിപ്പിക്കുന്നത്? അള്ളാഹുവിന് പുറമെയുള്ള ശക്തികളെ കുറിച്ച് അവർ പറയും, അയാൾ ഭീകരനാണ്, ഇയാൾ മഹാഭീകരനാണ്, അയാൾ കാളിയാണ്, ഇത് കൂളിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയപ്പെടുത്തും. ബേജാറാകണ്ട, അള്ളാഹ് ഉദ്ദേശിച്ചത് നടക്കൂ. അള്ളാഹുവെ നീ തന്നത് തടയുന്നവനോ തടഞ്ഞത് തരുന്നവനോ ഇല്ല. ഉറപ്പിച്ചു പറഞ്ഞോ. ആ തൗഹീദിന്റെ വെളിച്ചം കൽബിലേക്ക് അങ്ങോട്ട് കേറാണ്, വരികയാണ്. പിന്നെ ഒരുത്തം ഭീഷണിപ്പെടുത്തിയാലും ഒരു ചുക്കൂടെ സംഭവിക്കൂല. ഏതെല്ലാം മഹല്ല് വിലക്കുകൾ ഉണ്ടായാലും മഹല്ല് വിലക്ക് വിലങ്ങുന്നല്ലാതെ, വിലക്ക് അവൻ വിലങ്ങാന്നല്ലാതെ സലഫികൾ പോകൂല, മുജാഹിദ് പ്രസ്ഥാനം മാറൂല. ഒരെണ്ണം മതി. ആ പേടിയുണ്ട്, ബേജാറുണ്ട്. ഒരെണ്ണം ഉണ്ടായ മതി. കാര്യം ഇതിങ്ങനെ പോകുന്നു, ഇതിന് കൂടുതൽ പണിയൊന്നുമില്ല. ആയത്തോതി പഠിപ്പിക്കുക, വേറൊന്നും വേണ്ട. ഹദീത്തുകൾ പഠിപ്പിക്കുക, പ്രവാചകന്മാരുടെ ജീവിതം എന്തെന്ന് പഠിപ്പിക്കുക, എന്തിനാ അമ്പിയാക്കന്മാര് പ്രവർത്തിച്ചതെന്ന് പഠിപ്പിക്കുക, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ഇബ്രാഹിം നബി എന്തിനു നടന്നുപോയി എന്ന് പഠിപ്പിക്കുക, ആ നടന്നുപോയ വഴികളിലൊക്കെ അദ്ദേഹം നടത്തിയ സംവാദങ്ങളെ സംബന്ധിച്ച് പഠിപ്പിക്കുക, ഷെയ്ഖ് ജീലാനി അദ്ദേഹം നടത്തിയ 41 കൊല്ലത്തെ പ്രസംഗം പഠിപ്പിക്കുക. ഇതൊക്കെ ചെയ്താൽ മതി. അപ്പോ ഈ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മാർഗം പഠിപ്പിക്കുക. ഇതുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും പാരത്രിക ലോകത്തും പടച്ചവന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന നാളിലും. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. ഈ ദുനിയാവ് കൊണ്ട് കെട്ടുപോകുന്നില്ല, ബാക്കിയുള്ളത് മുഴുവനും, ഈ ദുനിയാവിൽ സമ്പാദിച്ചത് മുഴുവനും ദുനിയാവിലങ്ങ് തീർന്നു പോകുമ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വരാനുള്ളൊരു ലോകമുണ്ട്. ഈ കെട്ടുപാടുകളും കെട്ടുബന്ധങ്ങളും എല്ലാം വിട്ടുപോകുന്ന ഒരു നാള് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വരാനുണ്ട്. ഈ ലോകത്ത് ജീവിച്ച ഉറ്റവരെ ഉടയവരെ വിട്ടുപോകുന്നൊരു ദിനം വരാനുണ്ട്. ഏതൊരു മനുഷ്യനും നേരിടേണ്ട മരണം വരാനുണ്ട്. ഒറ്റപ്പെടുന്ന ഒരു ലോകമുണ്ട്. അല്ല പറഞ്ഞില്ലയോ, നിന്റെ വാപ്പ മരണത്തിന്റെ മുന്നിൽ കിടന്ന് പിടയുമ്പോ, നിന്റെ ഉമ്മയെ മരണം പിടിച്ചിട്ട് അവര് കിടന്ന് പിടയുമ്പോ നോക്കി നിൽക്കാനേ നിനക്ക് കഴിയൂ. അല്ല പറഞ്ഞില്ല, നോക്കി നിൽക്കാനേ നിനക്ക് കഴിയൂ. വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. നിന്നെക്കാൾ ആ മരിക്കുന്ന മനുഷ്യലേക്ക് അടുത്തവൻ നാമാണ്. അവനിലേക്ക് അടുത്തവനഹ്നു അഖറബു ഇലൈഹി. മരിക്കുന്ന മനുഷ്യന്റെ ബേജാറും ആ പ്രയാസവും അനുഭവിക്കുന്ന വേളയിൽ അവനിലേക്ക് ഏറ്റവും അഖറബായവൻ ഞാനാണ്. അല്ല പറയുന്നു, നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുകയല്ലേയുള്ളൂ. അപ്പൊ ഓരോ മനുഷ്യനും വേർപെട്ടു പോകുന്ന, നമ്മിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ദിവസം വരാനുണ്ട്. വാപ്പ, എന്റെ പിതാവ് പോയി,
എന്റെ മാതാവ് പോകും, എന്റെ സഹോദരങ്ങൾ എന്നെ വിട്ടുപിരിയും, അതുപോലെ തന്നെ എന്റെ ബന്ധുമിത്രാദികൾ വിട്ടുപിരിയും. നമ്മൾ ഓരോരുത്തരായി ഖബറുകളിലേക്ക്, കുഴിമാടങ്ങളിലേക്ക് കൊണ്ടുപോയി വെക്കപ്പെടും. അവിടെ എല്ലാവരും തനിച്ചാണ്, എല്ലാവരും ഒറ്റക്കാണ്. ഖബറിൽ ആരുമില്ലാത്തവരായി കൊണ്ടാണ് ഖബറിൽ കഴിയുന്നത്. അത് കഴിഞ്ഞാൽ ഇതാ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അലംഘനീയമായ നിയമം വരും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹു പറഞ്ഞില്ലേ സർവ്വതും നശിക്കുമെന്ന്. സർവ്വതും നശിക്കുമെന്ന് അല്ലാഹു പറഞ്ഞപ്പോ അത് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള ആളുകൾ ഉണ്ടായില്ലേ? എന്നാൽ ഇന്ന് ലോകത്തിന്റെ മുന്നിൽ ഈ മഹാപ്രപഞ്ചത്തെ പറ്റി പഠിക്കുന്ന സർവ്വശാസ്ത്രജ്ഞരും വിളിച്ചു പറയാണ്, ഈ പ്രപഞ്ചത്തിന് 500 കൊല്ലത്തിലധികം ആയുസില്ലെന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് വിളിച്ചു പറയാണ്. കാരണം അദ്ദേഹം തമോഗർത്തങ്ങളെ കുറിച്ച് പഠിച്ച്, ബ്ലാക്ക് ഹോൾസുകളെ കുറിച്ച് പഠിച്ച്, ആകാശ ലോകത്ത് വാരി വിതറപ്പെട്ട അള്ളാഹുവിന്റെ അനന്തകോടി നക്ഷത്രങ്ങളിൽ ചിലത് പ്രഭ മങ്ങിയിട്ട് അതേ പ്രഭയില്ലാതെ പ്രകാശമറ്റുപോയ ബ്ലാക്ക് ഹോൾസുകളായി പോയ, തമോഗർത്തങ്ങളായി പോയ ആ നക്ഷത്രങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് അതേ സ്റ്റീഫൻ ഹോക്കിംഗ് വിളിച്ചു പറയുന്നു, 500 കൊല്ലത്തിനപ്പുറം ഈ ദുനിയാവ്, ഈ പ്രപഞ്ചം, ഈ യൂണിവേഴ്സൽ നിലനിൽക്കില്ല, തകർന്നു തരിപ്പണമാകുമെന്ന്. ISRO തലവൻ വിളിച്ചു പറയുന്നു, ഭൂമിയുടെ നാശം വളരെ അടുത്തുണ്ടെന്ന്. ഭൂമിയെ ഇതാ സൂര്യൻ ആക്രമിച്ചു കൊണ്ടുപോകുമെന്ന് ISRO നേതാവും അതുപോലെ തന്നെ അതിന്റെ തലവനുമൊക്കെ വിളിച്ചു പറയുന്ന ഈ കാലത്ത്, നൂറ്റാണ്ട് 14 മുമ്പ് ഈ പ്രപഞ്ചത്തിന് സംഭവിക്കാനുള്ള സംഭവവികാസങ്ങളെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഖുർആൻ പറഞ്ഞില്ലേ, സൂര്യന്റെ പ്രഭ അറ്റുപോകുന്ന സമയം വരാനുണ്ട്. സൂര്യന്റെ പ്രഭയേറ്റാൽ ചന്ദ്രന്റെ പ്രഭ മങ്ങിപ്പോകുന്ന ദിവസം വരാനുണ്ട്. വഹസഫൽ ഖമർ, ചന്ദ്രന്റെ പ്രഭ പോകുന്ന ദിവസം വരാനുണ്ട്. സൂര്യനും ചന്ദ്രനും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നാൾ വരാനുണ്ട്. പരസ്പരം ഇടിച്ചു തകർക്കപ്പെടുന്ന നാൾ വരാനുണ്ട്. ഭൂമിയുടെ ഗ്രാവിറ്റി നഷ്ടപ്പെട്ട്, ഗുരുത്വാകർഷണം നഷ്ടപ്പെട്ട്, വലിയ കൂറ്റൻ പർവ്വതങ്ങൾ പാറിപ്പോകുന്ന, ബഹിരാകാശത്ത് കനമുള്ള വസ്തുക്കൾ കനമില്ലാതാകുന്നത് പോലെ പർവ്വതങ്ങളുടെ ആ കനം നഷ്ടപ്പെട്ട് അത് പഞ്ഞിക്കെട്ടുകൾ പോലെ പാറിപ്പോകുന്ന ദിവസം വരാനുണ്ട്. ഇത് അസുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അതിന്റെ ഉള്ളിലുള്ള ലാവകൾ മുഴുവനും പുറത്തേക്ക് തള്ളുന്ന ഒരു ദിവസം വരാനുണ്ട്. യൗമത്തനാദ്, എന്തു ചെയ്യണമെന്നറിയാതെ മനുഷ്യൻ നെഞ്ചത്തടിച്ചു കരയുന്ന ദിവസം വരാനുണ്ട്. യുർസലു അലൈക്കും ആശുവാദും മിന്നാരിൻ വനുഹാസും ഫലാ തന്തസിറാൻ, വാനലോകത്ത് നിന്ന് കറുകറുത്ത കരിമ്പുകകളും തീനാളങ്ങളും ഭൂമിയിലേക്ക് വർഷിക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചില്ലയോ? അതിനുശേഷം ആകാശഭൂമികൾ തകർന്നടിഞ്ഞിട്ട് ഒരു കുന്നില്ലാതെ കുഴിയില്ലാതെ എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ദിവസമുണ്ടെന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? അതിനുശേഷം ഇന്ന് കാണുന്ന ആകാശഭൂമികളല്ലാത്ത രൂപത്തിൽ മറ്റൊരവസ്ഥയിലേക്ക് അല്ലാഹു ഇതിന് മാറ്റം വരുത്തിയിട്ട് പിന്നെ കാഹളത്തിൽ ഊതപ്പെട്ടു കഴിഞ്ഞാൽ കോടിക്കണക്കിന് മനുഷ്യർ ആദം നബി മുതൽ അന്ത്യനാൾ വരെ ജീവിച്ചു മരിച്ചുപോയ കോടിക്കണക്കിന് മനുഷ്യർ, ലക്ഷോപലക്ഷം മനുഷ്യർ അവരുടെ കുഴിമാടങ്ങളിൽ നിന്ന് യഖ്റുജൂന സിറാ, ധൃതി വെച്ചുകൊണ്ട് എഴുന്നേറ്റ് വന്നിട്ട് തലയിലെ മണ്ണ് തട്ടിയിട്ട് യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. ഞങ്ങൾ ഉറങ്ങുക, ആ അവസ്ഥയിൽ നിന്ന്, ഞങ്ങളുടെ ഉറക്കത്തിൽ നിന്ന് ആരാണ് ഞങ്ങളെ വിളിച്ചുണർത്തിയത് എന്ന് ചോദിക്കുന്ന സമയം അവസാനം ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡുകൾ കഴിയുമ്പോൾ അവൻ തിരിച്ചറിയുന്നു, ഇതൊരിക്കലും ഞാൻ ഉറങ്ങിയതല്ല, ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതല്ല, നേരെ മറിച്ച് എനിക്ക് മുമ്പേ മരിച്ചവർ ഇതാ എഴുന്നേറ്റ് നിൽക്കുന്നു, എനിക്ക് മുമ്പേ മരണപ്പെട്ട ആളുകൾ ഇതാ എഴുന്നേറ്റ് നിൽക്കുന്നു, എന്റെ കൂടെ ജീവിച്ച് ഞാൻ മയ്യത്ത് കുളിപ്പിച്ചവർ, ഞാൻ ഖബർസ്ഥാനിൽ കൊണ്ടുപോയി ആക്കിയവരിതാ വസ്ത്രമില്ലാതെ, ചെരുപ്പ് ധരിക്കാതെ, ചിലാക്രമം ചെയ്യാതെ എഴുന്നേറ്റ് നിൽക്കുന്നത് കാണുമ്പോ അവര് തിരിച്ചറിയുന്നു, ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ, ഇത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റതല്ല, റഹ്മാനായ റബ്ബ് വഅദ ചെയ്ത, വാഗ്ദാനം ചെയ്ത ആ നാളിൽ ഞങ്ങൾ എത്തിയതാണെന്ന് തിരിച്ചറിയുന്ന മനുഷ്യർ, ആ മനുഷ്യരോട് റബ്ബ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എല്ലാവരും ഖദ് ജിഅ്തുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ, എല്ലാവരും ഒറ്റക്കൊറ്റക്കാണല്ലോ വന്നിട്ടുള്ളത്, എല്ലാവരും തനിച്ചാണല്ലോ വന്നിട്ടുള്ളത്,
ചോദിക്കുകയാണ്, റബ്ബ് എല്ലാവരും ഒറ്റക്കാണല്ലോ, ആദ്യം നിങ്ങളെ പടച്ചതുപോലെയാണല്ലോ, എല്ലാവരും ഒറ്റക്കൊറ്റക്കാണല്ലോ വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുന്ന ദിവസത്തില് വാപ്പയെ കാണുന്ന മക്കളുണ്ടാകും, മക്കളെ കാണുന്ന വാപ്പയുണ്ടാകും, സഹോദരങ്ങളെ കാണുന്ന സഹോദരങ്ങൾ ഉണ്ടാകും, ഭാര്യയെ കാണുന്ന ഭർത്താവുണ്ടാകും, ഭർത്താവിനെ കാണുന്ന മക്കളുണ്ടാകും. ആ നാളിൽ സംഭവിക്കുന്ന ഒരു ദുരന്തത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീഹി. വാപ്പയെ കാണുമ്പോൾ ഉമ്മ ഓടിയകലുകയാണ്, ഉമ്മയെ കാണുമ്പോൾ വാപ്പ ഓടിക്കളയുകയാണ്, മക്കളെ കാണുമ്പോൾ മാതാപിതാക്കൾ ഓടിക്കളയുകയാണ്. ഒന്നിച്ച് 60 കൊല്ലം ജീവിച്ചവര്, 80 കൊല്ലം ജീവിച്ചവര്, വർഷങ്ങളായി പിരിഞ്ഞിരുന്നവര്, നൂറ്റാണ്ടുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്നവര് വീണ്ടും ഒരിക്കൽ കാണുമ്പോ വാപ്പാന്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുകയല്ല, ഉമ്മയെ കാണുമ്പോൾ ഓടിച്ചെല്ലുകയല്ല, സഹോദരങ്ങളെ കാണുമ്പോൾ ഓടിച്ചെല്ലുകയല്ല, പരസ്പരം ഓടി അകലുകയാണെന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? കാരണം എന്ത്? എല്ലാവർക്കും അവനവന്റെ പ്രശ്നമാണ്, സ്വന്തം കാര്യമാണ്. അത് ആലോചിച്ചിട്ട് ഇതിൽ ഖുലൂബുലദൽ ഹനാജിരി ഖാലിമീൻ, നെഞ്ചകത്തുള്ള ഇടതുഭാഗത്തുള്ള ഹാർട്ട് ഉണ്ടല്ലോ, മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹാർട്ട് അവന്റെ തൊണ്ടക്കുഴിയിലേക്ക് പേടിച്ചിട്ട് കയറി നിൽക്കുന്ന ദിവസമാണെന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? ആ ദിവസത്തിൽ യൗമയദു ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയാ. ആദം മുതൽ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം വരെയുള്ള സർവ്വ അമ്പിയാക്കൾ പോലും സ്വന്തം കാര്യം, എന്റെ കാര്യം എന്താകുമെന്നോർത്ത് പ്രയാസപ്പെടുന്ന ദിവസമാണ്. ഇബ്രാഹിം നബി പോലും ബേജാറാകുന്ന ദിവസമാണ്. ഈസാ നബി പോലും എന്റെ അനുവാദമില്ലാതെ എന്നെ ആരാധിച്ചവരുടെ കാര്യത്തിൽ ഞാൻ അള്ളാഹുവിനോട് എന്ത് സമാധാനം പറയുമെന്ന് പറഞ്ഞ് വിഷമിച്ചു പോകുന്ന ദിവസമാണ്. അങ്ങനെ അമ്പിയാക്കൾ പോലും വിഷമിക്കുന്ന ആ ദിവസത്തില് അവർ പോലും സ്വന്തം കാര്യം ആലോചിച്ച് പ്രയാസപ്പെടുന്ന ദിവസത്തിൽ അല്ലാഹു പറഞ്ഞല്ലോ, അൽ അഖിൽ ആ ദിവസത്തിൽ ഉറ്റ ചങ്ങാതിമാരുണ്ടല്ലോ, ഉറ്റമിത്രങ്ങളുണ്ടല്ലോ, പരസ്പരം ശത്രുക്കളായി മാറുന്ന ദിവസമാണെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അന്യോന്യം ആളുകൾ ശത്രുക്കളായി മാറുന്ന ദിവസം, ബേജാറിന്റെ ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇല്ലൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾക്ക് പ്രത്യേകമായ സുരക്ഷിതത്വമുണ്ട് കേട്ടോ, തൗഹീദുള്ളവന് പ്രത്യേകമായ സുരക്ഷിതത്വമുണ്ട് കേട്ടോ. കാരണം ഈ രൂപത്തിൽ ആളുകളൊക്കെ ബേജാറായി വരുമ്പോ അള്ളാഹുവിന്റെ ആഹ്വാനം വരികയാണ്, റബ്ബിന്റെ ആഹ്വാനം വരികയാണ്. എന്താണ് ആഹ്വാനം? യാ ഇബാദി ലാ ഖൗഫുൻ അലൈക്കുമുൽ യൗമ വലാ അൻതും തഹ്സനൂൻ അല്ലദീന ആമനൂ ബിആയാതിനാ വകാനൂ മുസ്ലിമീൻ ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുക്കും തുഖ്ബറൂൻ. ഓ എന്റെ ദാസന്മാരെ, തഖ്വയോടെ ജീവിച്ചവരെ, എന്റെ ആയത്തുകളിൽ വിശ്വസിച്ചവരെ, മുസ്ലിമായി ജീവിച്ച അവസാനം വരെ അത് കാത്തു സൂക്ഷിച്ചവരെ, നിങ്ങൾ ഇന്ന് ഭയപ്പെടണ്ട. നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ നിങ്ങളുടെ വാപ്പയെ, നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ നിങ്ങളുടെ ഉമ്മയെ, നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ നിങ്ങളുടെ ഇണകളെ, നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കൂ സ്വാലിഹീങ്ങളായി നിങ്ങളുടെ മക്കളെ. അങ്ങനെ തൗഹീദുള്ള മുത്തഖീങ്ങളെ നിങ്ങൾക്ക് ഒത്തുചേരാം. തഖ്വയുള്ള വാപ്പയുണ്ടെങ്കിൽ തഖ്വയുള്ള മോനെ നിനക്ക് കണ്ടെത്താം. അതുപോലെ അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന തൗഹീദുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കൃത്യമായി പരിപാലിക്കുന്ന ഉമ്മയുണ്ടോ? ഉമ്മയെ തേടിപ്പിടിക്കാം, സഹോദരങ്ങളെ തേടിപ്പിടിക്കാം. എന്നിട്ട് അല്ലാഹു പറയാണ്, അങ്ങനെ ഉദ്ഖുലുൽ ജന്നത അൻതും വഅസ്വാജുക്കും തുഖ്ബറൂൻ, സന്തോഷത്തോടെ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് വരൂ, ഇണകളോടൊപ്പം നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് വരൂ, കൂട്ടുകുടുംബാദികളോടൊപ്പം നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് വരൂ എന്ന് അല്ലാഹു സ്പെഷ്യലായി വിളിക്കുമ്പോ, എന്റെ മക്കൾ എന്റെ കയ്യിൽ വേണമെങ്കിൽ, എന്റെ മാതാപിതാക്കൾ എന്റെ കൂടെ വേണമെങ്കിൽ, എന്റെ സഹോദരങ്ങൾ എന്റെ കൂടെ വേണമെങ്കിൽ, ഞാൻ കൊണ്ടു നടക്കുന്ന തൗഹീദ് എന്റെ മക്കൾക്കുണ്ടാകണം, ആ തൗഹീദ് തന്നെ എന്റെ വാപ്പക്കുണ്ടാകണം, ആ തൗഹീദ് തന്നെ എന്റെ സഹോദരങ്ങൾക്കുണ്ടാകണം. എന്റെ മക്കൾക്ക് തൗഹീദ് ഇല്ലെങ്കിൽ കാലാകാലം എനിക്ക് അവർ നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. എന്റെ ഉപ്പക്ക് തൗഹീദ് ഇല്ലെങ്കിൽ കാലാകാലം നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. എന്റെ ഉമ്മക്ക് തൗഹീദ് ഇല്ലെങ്കിൽ കാലാകാലം നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. എന്റെ ഭാര്യക്ക് തൗഹീദ് ഇല്ലെങ്കിൽ കാലാകാലം നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. ഇതൊരു തരത്തിലും മാറ്റമില്ലാത്ത റബ്ബിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ടല്ലേ ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ 3 സ്ഥലത്ത് കൊണ്ടുവന്നൊരു ഹദീസുണ്ട്. വലിയവനായൊരു മോന്റെ കഥ പറയുകയാണ്, ഉന്നതനായൊരു മകന്റെ കഥ പറയുകയാണ്.
അള്ളാഹു ബഹുമാനിച്ചൊരു വലിയ മകന്റെ കഥ പറയുകയാണ്. അള്ളാഹു ഖലീലാക്കിയ, അള്ളാഹു ചങ്ങാതിയാക്കിയ ഒരു മകന്റെ കഥ പറയുകയാണ്. അതേ, മഹാനായ ഇമാം ബുഖാരി ആ ഹദീസ് കൊണ്ടുവന്ന ഒരു അധ്യായത്തിന്റെ പേര് തന്നെയും ബാബു ഇത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. അധ്യായത്തിന്റെ പേര് പോലും അങ്ങനെയാണ്, അള്ളാഹുവിന്റെ ഖലീലായ ഇബ്രാഹിം നബിയെ കുറിച്ച് പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ കൊണ്ടുവന്ന ഹദീസ് എന്താണെന്നറിയോ? ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്ത പ്രത്യേകതകൾ പറയാണ്, ഇബ്രാഹിം നബിയുടെ സവിശേഷതകൾ പറയാണ്, ഇബ്രാഹിം നബിക്ക് ആദ്യമായി പരലോകത്ത് വസ്ത്രം നൽകപ്പെടുന്നതിനെ പറ്റി പറയാണ്. ഇതിനു ശേഷം കൊണ്ടുവരുന്ന ഹദീസ് എന്താണെന്നറിയോ? യുഹ്ശറുന്നാസു യൗമൽ ഖിയാമത്തി ഹുഫാതൻ ഉറാതൻ ഉർലാ. പാരത്രിക ലോകത്ത് നഗ്നരായി, ചെരുപ്പ് ധരിക്കാത്തവരായി, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം കൊണ്ടുവരുന്ന ഹദീസ്. അങ്ങനെ പരകോടി മനുഷ്യർ അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുന്ന നാളിൽ ഇബ്രാഹിമു അബാഹു ആസറ. ഇബ്രാഹിം നബി തന്റെ ഉപ്പയായ ആസറിനെ കാണുന്നു. ഇബ്രാഹിം നബി തന്റെ ഉപ്പയായ ആസറിനെ കാണുന്നു. അപ്പൊ ചില ആളുകൾ അത് ഉപ്പയല്ല മൗലവി, വാപ്പയല്ല മൗലവി, അത് മൂത്താപ്പയാ ഇളാപ്പയാന്നൊക്കെ ചില ആളുകൾ പറയും. മനസ്സിലാക്കണം, ഇബ്രാഹിം നബിയുടെ വാപ്പാന്റെ പേര് താരിഖ് എന്നാണ്, അല്ലാതെ ആസർ എന്നല്ല. ഒരാൾക്ക് തന്നെ രണ്ടുപേരൊക്കെ ഉണ്ടാവില്ലേ ഇല്ലേ? ഒരാളുടെ പേര് മുഹമ്മദ് എന്നായിരിക്കും, ചിലപ്പോൾ വിളിക്കണത് കുഞ്ഞാപ്പൂ എന്നായിരിക്കും അല്ലേ? ഉണ്ടല്ലേ? അങ്ങനെ ഒരുപാട് പേരുണ്ട്, കണ്ടോ? അങ്ങനെ ഉണ്ടല്ലേ? കണ്ടോ? അറിഞ്ഞു പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു, ആയിക്കോട്ടെ. അപ്പോ മനസ്സിലാക്കണം. അപ്പൊ അങ്ങനൊക്കെ ഉണ്ട് മനുഷ്യന്മാർക്ക്, ഒരാൾക്ക് രണ്ടുപേരൊക്കെ ഉണ്ടാവും. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ പ്രവാചക ശൃംഖലയിൽ അബായി പരിചയപ്പെടുത്തുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വാപ്പാന്റെ പേര് ആസർ എന്ന ചില പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു. പക്ഷെ മുഹീദ്ദീൻ ശൈഖ് നല്ല മറുപടിയും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫതൂർ റബ്ബാനിയിൽ. മറിച്ച് നോക്കിയാൽ അള്ളാഹുവിനെ പറ്റി പറയുന്നുണ്ട്, യുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വ യുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി. തിരിച്ചും മറിച്ചും പറഞ്ഞില്ലല്ലോ, അള്ളാഹു ഹയ്യിൽ നിന്ന് മയ്യിത്തിനെ പുറത്തു കൊണ്ടുവരും, മയ്യിത്തിൽ നിന്ന് ഹയ്യിനെ പുറത്തു കൊണ്ടുവരും. ഈ ആയത്തിനെ മുഹീദ്ദീൻ ശൈഖ് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹു മയ്യത്തിൽ നിന്ന് ഹയ്യിനെ പുറത്തു കൊണ്ടുവരുന്ന ഉദാഹരണം എന്താണ് പറഞ്ഞതറിയോ? ഇബ്രാഹിം നബിയാണ്. ഇബ്രാഹിം നബിയുടെ വാപ്പയെ കുറിച്ച് പറഞ്ഞ മയ്യത്ത് എന്നാ, ഇബ്രാഹിം നബി ഹയ്യാണ്. അപ്പൊ യുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി എന്ന ആയത്തിന് മുഹീദ്ദീൻ ശൈഖ് കൊടുക്കുന്ന അർത്ഥം നിങ്ങൾ നോക്കിയാൽ ഫത്ഹുർ റബ്ബാനിയിൽ കാണാൻ സാധിക്കും. ഇബ്രാഹിം നബിയുടെ വാപ്പ മയ്യിത്തായും മയ്യിത്തായ വാപ്പാന്റെ ഹയ്യായ മോനായി ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തുന്നത് കാണാൻ സാധിക്കും. അത് മാത്രമല്ല, വേറെയും ഒരുപാട് തെളിവുണ്ട്. കാരണം ഇത് പറയുമ്പോൾ ഇതിന്റെ ഇടക്കുന്ന ട്വിസ്റ്റ് ഉണ്ടാക്കാൻ നോക്കും ചില ആൾക്കാര്. അതുണ്ടാകാതിരിക്കാൻ അത് പറഞ്ഞത്. ഖലീലുല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം ബാപ്പയെ കാണുമ്പോ അലാ വജ്ഹി ആസറ ഖതറത്തുൻ വബറ. ഇബ്രാഹിം നബിയുടെ വാപ്പയുടെ ശരീരത്തും മുഖത്തും ചെളിപുരണ്ട് പൊടി പിടിച്ച് ആകെ വിഷണ്ണനായി നിൽക്കുന്നത് ഇബ്രാഹിം നബി കാണുമ്പോ ഇബ്രാഹിം അലൈഹിസ്സലാം ഓടിച്ചെല്ലുന്നു വാപ്പയുടെ അടുക്കിലേക്ക്. എന്നിട്ട് പറയാണ്, ഉപ്പാ, നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലയോ, നിങ്ങൾക്ക് ഞാൻ താക്കീ നൽകിയില്ലയോ, എന്ത്? ഒരിക്കലും എന്നെ നിങ്ങൾ ധിക്കരിക്കരുതല്ല, തസ്നി, എന്നെ നിങ്ങൾ ധിക്കരിക്കരുത് എന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു. സ്നേഹത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് തൗഹീദ് പറഞ്ഞു തന്നത്. നിങ്ങൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അതിന്റെ പിന്നാലെ പോയപ്പോ ഏകനായ റഹ്മാന്റെ കാരുണ്യത്തെ കുറിച്ച് നിങ്ങളോട് എത്ര തവണയാണ് ഞാൻ പറഞ്ഞു തന്നത്. ഈ തൗഹീദ് ഒരിക്കലും ഒഴിവാക്കരുതെന്ന്, ഈ തൗഹീദിന് വേണ്ടി ജീവിക്കണമെന്ന്, അതിനു വേണ്ടി സമർപ്പിക്കണമെന്ന്, അള്ളാഹുവിന് വേണ്ടി വാദിക്കണമെന്ന്, അവന്റെ വഹ്ദാനിയത്തിൽ കളങ്കം ചാർത്തുന്ന ഒന്നും ചെയ്യരുത് എന്ന് എത്ര തവണയാണ് ഉപ്പ നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നത്. പക്ഷെ നിങ്ങളത് സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞത് അർജുമന്നക്, നിന്നെ ഞാൻ കല്ലെടുത്തെറിയുമെന്നല്ലയോ? ആ നാട്ടുകൂട്ടങ്ങൾക്കൊപ്പം കൂടി, തൗഹീദിന്റെ എതിരാളികൾക്കൊപ്പം കൂടി എന്നെ കല്ലെടുത്തെറിയുമെന്നല്ലയോ നിങ്ങൾ പറഞ്ഞത് ഉപ്പ? പക്ഷെ ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം? ഈ നാളിൽ നിങ്ങൾക്ക് മനസ്സിലായോ ഈ തൗഹീദിന്റെ ഗൗരവമെന്ന്? മഹാനായ ഇബ്രാഹിം നബി ഉപ്പയോട് ചോദിക്കുമ്പോ അവിടെ വെച്ച് ഇബ്രാഹിം നബിയുടെ ഉപ്പയായ ആസർ പറയാണ്, മോനെ, നീ പറഞ്ഞോ, ലാ അഅ്സികൽ യൗം, ഇന്നൊരിക്കലും ഉപ്പ നിന്നെ ധിക്കരിക്കൂല, എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാവും. അന്ന് എനിക്ക് അബദ്ധം പറ്റിയതാണ്, തെറ്റുപറ്റിയതാണ് മോനെ. ഉപ്പ ഒരിക്കലും ഇന്ന് നിന്നെ എതിരെ ചെയ്യില്ലെന്ന് മാത്രമല്ല, ഒരു വാക്ക് പോലും സംസാരിക്കില്ല എന്നവിടെ വെച്ച് ഇബ്രാഹിം നബിയുടെ ഉപ്പ ഇബ്രാഹിം നബിയോട് പറയുമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പരകോടി മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന പരലോകത്ത് ആദ്യമായി ആദരവിന്റെ വസ്ത്രമണിഞ്ഞ്
ആദരിക്കപ്പെടുന്ന ഖലീലുള്ളായ ഇബ്രാഹിം അലൈഹിസ്സലാം അവിടെ വെച്ച് ആ ശതകോടി മനുഷ്യരുടെ മുന്നിൽ വെച്ച് രാജാതിരാജനായ റബ്ബിലേക്ക് കരം നീട്ടി ദുആ ചെയ്യുകയാണ്. എന്താ ദുആ എന്നറിയുമോ? യാ റബ്ബ്, ഓ റബ്ബേ, ഓ രക്ഷിതാവേ, ഇന്നക വഅദ്തനി അല്ലാ തുഖ്സിയനി യൗമ യുബഅസൂൻ. സർവ്വ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന നാളിൽ എന്നെ വേദനിപ്പിക്കില്ല, എന്നെ വിഷമിപ്പിക്കില്ല എന്ന് നീ എനിക്ക് നൽകിയ വാദയാണല്ലോ, വാഗ്ദാനമാണല്ലോ അല്ലാഹ്. ഫഅയ്യു ഖിസിൻ അഖ്സാ മിൻ അബിൽ അബഅദ്. എന്റെ ഉപ്പ എന്നിൽ നിന്ന് അകന്നു പോകുന്നതിനേക്കാളും, എന്റെ ഉപ്പ എനിക്ക് നഷ്ടപ്പെടുന്നതിനേക്കാളും എന്ത് വലിയ വേദനയാണ് പിന്നെ എനിക്ക് സംഭവിക്കാനുള്ളത് അല്ലാഹ്. അതുകൊണ്ട് എന്റെ വാപ്പ എനിക്ക് തിരിച്ചു തരാമോ എന്ന രൂപത്തിൽ ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്താ മറുപടി? എന്റെ വാപ്പായതുകൊണ്ട് കുഴപ്പമില്ല ആണോ? ഇബ്രാഹിമെ, നിന്റെ വാപ്പയായതുകൊണ്ട് കൺസെഷൻ നീ പറഞ്ഞല്ലേ, അതാണോ? അല്ല. ഇമാം ബുഖാരി 3 സ്ഥലത്താണ് ആ ഹദീസ് കൊണ്ടുവന്നത്. റബ്ബിന്റെ മറുപടി ഉടൻ തന്നെ വരികയാണ്. എന്താ മറുപടി എന്നറിയുമോ? ഇബ്രാഹിമേ, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. തീർച്ചയായും നന്ദികെട്ട അവിശ്വാസികൾക്ക് സ്വർഗം ഹറാമാണെന്നത് അലംഘനീയമായ എന്റെ നിയമമാണ്, അലംഘനീയമായ എന്റെ തീരുമാനമാണ്. ഇവിടെ വാപ്പയും മക്കളും എന്ന പരിഗണനയില്ല, ലൂത്തിന്റെ ഭാര്യ എന്ന പരിഗണനയില്ല, നൂഹിന്റെ മകൻ എന്ന പരിഗണനയില്ല, ഇബ്രാഹിമിന്റെ വാപ്പയെന്ന പരിഗണനയില്ല. യൗമലാ യൻഫഉ മാലും വലാ ബനൂൻ. മക്കളും സമ്പത്തും ഉപകരിക്കാത്ത ദിവസമാണിന്ന്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. തൗഹീദുള്ള മനസ്സുമായി വന്നവനല്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത ദിവസമാണിന്ന്. അതുകൊണ്ട് തന്നെ ഒരു നിലക്കും പരിഗണിക്കുന്ന വിഷയമില്ലെന്ന് പറയുമ്പോ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തരിച്ചു പോവുകയാണ്. അദ്ദേഹം സ്തബ്ധനായി പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുകയാണ് പിന്നീട്. അങ്ങനെ തരിച്ച് ഇബ്രാഹിം നബി ആശങ്കപ്പെട്ട് നിൽക്കുമ്പോൾ ഫയുഖാൽ, ഇബ്രാഹിം നബിയോട് ചോദിക്കപ്പെടും. മജ്ഹൂലായിട്ടാ പ്രയോഗിച്ചത്. ആരാ ചോദിക്കുന്നതെന്ന് പറഞ്ഞില്ല. മലക്കുകളാകാം, ഇനി അവിടെ കൂടിയ മനുഷ്യരാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആകാം. ഫയുഖാൽ, ഇബ്രാഹിം നബി ചോദിക്കപ്പെടും. എന്ത്? മാ തഹ്ത ഖദമൈക് വമാ തഹ്ത റിജ്ലൈക്. അങ്ങയുടെ കാൽച്ചുവട്ടിൽ എന്താ നിൽക്കുന്നത്? എന്താണ് നിങ്ങളുടെ കാൽച്ചുവട്ടിൽ നിൽക്കുന്നത്? ഫയൻദുറു. അപ്പോഴാണ് ഇബ്രാഹിം നബി നോക്കുന്നത്. കാര്യം തരിച്ചുപോയി മറുപടി കിട്ടിയപ്പോ. അങ്ങനെ ഇബ്രാഹിം നബി നോക്കുമ്പോ വാപ്പ നിന്ന സ്ഥാനത്ത് വാപ്പാനെ കാണുന്നില്ല. നേരെ മറിച്ച് നോക്കുമ്പോ ഫഇദാ ഹുവ ബിദീഖിൻ മുൽതതിഖ്. ഒരു കഴുതപ്പുലി ചെളി പിടിച്ചവിടെ നിൽക്കുകയാണ്. ചെളിയും പൊടിയും പിടിച്ച ഒരു കഴുതപ്പുലി അവിടെ നിൽക്കുകയാണ്. എന്തേ കാരണം? അള്ളാഹ് കോലം കണ്ട് മാറ്റിക്കളഞ്ഞാണ്. വാപ്പാന്റെ കോലത്തിൽ നരകത്തിൽ കിടന്ന് കത്തുന്നത് കാണുമ്പോ ഇബ്രാഹിം നബിയുടെ ചങ്ക് പൊട്ടും. അതുകൊണ്ട് ഇബ്രാഹിം നബി കൊടുത്ത വാഗ്ദാനം അള്ളാഹ് പാലിക്കാൻ നിന്നെ വേദനിപ്പിക്കൂല. എന്നിട്ട് വാപ്പാന്റെ കോലം മാറ്റി. എന്നിട്ട് ഹദീസ് അവസാനിക്കുമ്പോ കാണാം ഫയുഖദു ബിഖവാഇമിഹി സുമ്മ യുൽഖാ ഫിന്നാർ. അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് ആ കഴുതപ്പുലിയുടെ കൈകാലുകൾ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് പഠിപ്പിക്കാൻ നബി. അതുകൊണ്ടാ പൊന്നുമോളെ അടുത്ത് വിളിച്ച റസൂല്. നേരത്തെ പറഞ്ഞ ഫാത്തിമ ഉണ്ടല്ലോ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, റസൂല് ഫാത്തിമയെ നോക്കി പറഞ്ഞത് അവൾ ആരാന്നറിയോ? ഫാത്തിമ എന്ന് പറഞ്ഞാൽ ഉമ്മു അബീഹ. അവൾ അവളുടെ വാപ്പാന്റെ ഉമ്മയാണ്. റസൂല് പറയാ ആരെക്കുറിച്ച്? ഫാത്തിമയെ കുറിച്ച് ആളുകളോട് പറയാ. അവൾ ആരാന്നറിയോ? ഉമ്മു അബീഹ. അവൾ അവളുടെ വാപ്പാന്റെ ഉമ്മയാണ്. അത്ര സ്നേഹ റസൂലും ഫാത്തിമ ബിബിയും തമ്മില്. റസൂലുള്ളാഹിന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ. ആ ഫാത്തിമയെ അല്ലാഹുവിന്റെ റസൂല് അടുത്തേക്ക് വിളിച്ച്, ചാരത്തേക്ക് വിളിച്ച് മാറോട് ചേർത്ത് വെച്ചിട്ട് പറയാണ്, യാ ഫാത്തിമ ബിന്ത മുഹമ്മദ്, മുഹമ്മദിന്റെ മകളായ ഫാത്തിമ, സലിനി മിൻ മാലിൻ മാ ശിഅ്തി. ഉപ്പാന്റെ സമ്പത്തിൽ നിന്ന് മോളെ നിനക്ക് ആവശ്യമുള്ളത് ചോദിച്ചോ. ഒരുപക്ഷെ ഉപ്പക്കത് നിനക്ക് ചെയ്തു തരാൻ നിനക്ക് തരാൻ കഴിഞ്ഞെന്ന് വരാം. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ. പൊന്നു മോളെ, നാളെ അള്ളാന്റെ അടുക്കൽ വന്നിട്ട് ഞാൻ മുഹമ്മദിന്റെ മകളാണെന്ന് പറഞ്ഞ് ഒന്നും വാങ്ങാൻ നിനക്ക് കഴിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ അങ്കിദീ നഫ്സികി മിനന്നാർ. നിന്റെ തടിയെ നീ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ മോളെ എന്ന് പൊന്നുമോളെ നെഞ്ചോട് ചേർത്ത് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാണ്. ഇതൊരിക്കൽ കോടതിയിൽ വിഷയമായി മുത്തന്നൂര് ഈ സംഭവം. കാര്യം ഇത് വലിയൊരു സംഭവമാണ്. ഒരാൾക്ക് കാര്യം മനസ്സിലാൻ അത് മതി. ഫാത്തിമ ബിയോട് ഇങ്ങനെ റസൂല് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ മറുഭാഗത്തൊന്ന് മുസ്ലിയാർ വന്നിട്ട് പറഞ്ഞു, അന്ന് ഫാത്തിമ ബി കാഫറായിരുന്നു, അതുകൊണ്ടാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അന്ന് ഫാത്തിമ ബി കാഫറായത് കൊണ്ടാണ് അങ്ങനെ റസൂല് പറഞ്ഞത്.
ഫാത്തിമ ബീവി കാഫിറായിരുന്നു, കോടതിയിൽ പറഞ്ഞതാ. അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഇത് ഒരു വലിയ പാഠമാണ്. അതുകൊണ്ട് വാശിയോ വൈരാഗ്യമോ സംഘടനാ പക്ഷപാതിത്വം, അവൻ ആ സംഘടനക്കാരൻ ഇവൻ ഈ സംഘടനക്കാരൻ, അതൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ പറ്റും. പക്ഷേ ആഖിറത്തിൽ ഖബറിൽ മനുഷ്യൻ അറിയുന്നത് അവിടെ നിന്നാണ്. ഇവിടെ ഒന്നും അറിയൂല, ഇവിടെ ആർക്കും വിവരമില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാവൂല, എത്ര കിതാബോധിയാലും തിരിയൂല, എത്ര കിതാബോധിയാലും മനസ്സിലാവും, എത്ര വാദപ്രതിവാദം നടത്തിയാലും തിരിയൂല, ഗണന നടത്തിയാലും ഒന്നും തിരിയൂല. ഇവിടുന്ന് മനുഷ്യർക്കൊന്നും തിരിയൂല. ഇത് തിരിയും. മനുഷ്യൻ ഇതൊക്കെ തിരിഞ്ഞ് വിവേകത്തോടെ വർക്ക് ചെയ്യും. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അൽഹാകുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ. ഇപ്പൊ എത്ര പറഞ്ഞിട്ട് കൊണ്ട് കേറൂല, തലയിലിട്ടുകൊണ്ട് കേറുന്നില്ല, മനസ്സിലാണേ ഇല്ല. ആയത്ത് കേട്ടാലും മനസ്സിലാകണില്ല, ഹദീസ് കേട്ടാലും മനസ്സിലാകണില്ല, ഒന്നും തിരിയുന്നില്ല. പക്ഷെ അല്ലാഹ് പറഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞ് നിന്റെ തിരക്കും നിന്റെ ഓട്ടവും ഒക്കെ കഴിഞ്ഞിട്ട്, ഇതൊക്കെ കഴിഞ്ഞ് നീ വരുന്നൊരു സ്ഥലമുണ്ട്. അതെവിടെന്നറിയോ? ഖബറിലാണ്. ഖബറിൽ വരുമ്പോ കല്ലാ സൗഫ തഅലമൂൻ, നീ അറിയും, അന്ന് നീ ആലിമാവും. തുമ്മ കല്ലാ സൗഫ തഅലമൂൻ, വീണ്ടും അറിയും. നീ മരണം മുതൽ നീ അറിയും, ആഖിറത്തിൽ നീ അറിയും, ഖബറിൽ നീ അറിയും, മരിക്കുന്ന സമയത്ത് അറിയും. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത്, എന്ത് അല്ലാഹ് കുറച്ചു സമയം കൂടി വേണം, കുറച്ചു സമയം കൂടി നന്നാകാൻ, ഇത്രയും കാലം കിട്ടി നന്നാകാൻ കഴിഞ്ഞില്ല, കുറച്ചു സമയം കൂടി എന്ന് മനുഷ്യൻ മരിക്കുന്ന വേളയിൽ റബ്ബിനോട് പറയും. അതാ റബ്ബ് കല്ലാ സൗഫ തഅലമൂൻ, അറിയാത്തവനൊക്കെ അറിയുന്ന സമയം വരാനുണ്ട്. അവിടെത്തി അറിഞ്ഞിട്ട് കാര്യമില്ല. അതാ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ, നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇതൊക്കെ ആയ കാലത്ത് പഠിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു അവസ്ഥ വരുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയം പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുവഹിദായി ജീവിക്കുക. ഏത് സംഘടനക്കാരനും എല്ലാ സംഘടനക്കാരോടും എല്ലാ സംഘടനാ സെറ്റപ്പുകാരോടും പറയുന്നത്, നിങ്ങൾ തൗഹീദിന് വേണ്ടി നിലകൊള്ളുക, തൗഹീദ് പറയുക, സുന്നത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. ആ രംഗത്തേക്ക് എല്ലാവരും ഒന്നിച്ച് ചിന്തിക്കുക, ആലോചിക്കുക. കാരണം ഇത് ആഖിറത്തിന്റെ വിഷയമാണ്, നമ്മുടെ സ്വർഗത്തിന്റെ വിഷയമാണ്, നമ്മുടെ കൂട്ടുകുടുംബാദികളുടെ രക്ഷയുടെ വിഷയമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ, അതിനനുസരിച്ച് ഇറങ്ങിത്തിരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് ഇവിടെ ഒരു സെന്റർ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഒരുപാട് മനുഷ്യരുടെ അധ്വാനമാണത്. ഒരുപാട് മനുഷ്യർ ആക്ഷേപങ്ങളും പ്രയാസങ്ങളും ഒക്കെ സഹിച്ചു. കാരണം ഇത് കൊണ്ടിട്ട് നമുക്കറിയാം, ഒരു നല്ല വാക്ക് പോലും കിട്ടാനില്ലെന്ന് അറിഞ്ഞിട്ടാണ് മുജാഹിദുകൾ ഇറങ്ങല്. ഞങ്ങളെ ആരും സ്വീകരിക്കൂല എന്ന് ഞങ്ങൾക്കറിയാം. ബഹളം വെക്കുമെന്നറിയാം, കൂക്കി വിളിക്കുമെന്നറിയാം, ആക്ഷേപിക്കുമെന്നറിയാം, തെറി പറയുമെന്നറിയാം, മാറ്റി നിർത്തുമെന്നറിയാം. ഇങ്ങനെ പല ജാതി ഉണ്ടാകും എന്നറിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. ഒരുപാട് പ്രവർത്തകര്, ഒരുപാട് നല്ല മനുഷ്യര് ഈ ത്യാഗം സഹിക്കാൻ തയ്യാറായി കൊണ്ട് തന്നെയാണ് ഈ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഈ നാട്ടിൽ ഇത്തരമൊരു സംവിധാനം തുറക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അതിന് ഇത്തരമൊരു പ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതിനു വേണ്ടി സഹായിച്ച മനുഷ്യരുണ്ട്. ഒരുപാട് ആളുകൾ സമ്പത്ത് കൊണ്ട്, ഈ സ്ഥലം തന്നുകൊണ്ട്, ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കാൻ സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട്, ഈ പരിപാടിക്ക് വേണ്ടി ഓടി നടന്ന് അതിന് ഈ ഒരു സാഹചര്യം ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ട്, നമുക്കറിയാം ഈ മഴയുടെ സാഹചര്യത്തിലും അത് ബാധിക്കാതെ ഇങ്ങനെ ഒരു സ്ഥലം തരപ്പെടുത്തി അവിടെ നിന്നുകൊണ്ട് ഇത് പറയാൻ സൗകര്യം ഒരുക്കി തന്ന ആളുകൾ, അതിന് സ്ഥലം വിട്ടു തന്ന ആളുകൾ, ഇവരൊക്കെ അള്ളാഹുവിന്റെ മുന്നിൽ, പടച്ചവന്റെ മുന്നിൽ വലിയ പ്രതിഫലത്തിന് അർഹരാകാൻ നമ്മൾ എല്ലാവരും ദുആ ചെയ്യണം. കാരണം ഇതെല്ലാവരെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല, ഇതെല്ലാവരും ചെയ്യുന്ന കാര്യമല്ല. ഒരൽപ്പം പോലും നേരത്തെ പറഞ്ഞ റിയാ ഇല്ലാതെ, കിബറില്ലാതെ അള്ളാഹുവിന് വേണ്ടി ഇറങ്ങുന്ന മനുഷ്യർക്ക് കഴിയുന്ന കാര്യമാണ്. അള്ളാഹുവേ, ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെട്ട ഞങ്ങളുടെ സഹോദരങ്ങൾ, അള്ളാഹു ഇവർക്ക് നീ അർഹമായ പ്രതിഫലം ഈ ദുനിയാവിലും നാളെ ആഖിറത്തിലും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഇതിനു വേണ്ടി ഓടി നടന്ന ഇതിന്റെ പ്രവർത്തകർ, ഇതിന്റെ സംഘാടകർ, അവരുടെ കൂട്ടുകുടുംബാദികൾ, അവരുടെ ബന്ധുജനങ്ങൾ, അള്ളാഹുവേ, അവരുടെ ജീവിതത്തിൽ ഖൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. നാളെ ആഖിറത്തിലും ഉന്നതമായ പ്രതിഫലം ഇതുവഴി നേടിയെടുക്കാൻ അള്ളാഹുവേ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, ഒരുപാട് ആളുകൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾ ആദരിക്കുന്നവർ, ഞങ്ങളുടെ ഗുണകാംക്ഷികൾ, ഞങ്ങളുടെ അയൽവാസികൾ, റബ്ബേ എല്ലാവരെയും നീ ഹിദായത്തിന്റെ വഴിയിലൂടെ നയിക്കണേ അല്ലാഹ്. അള്ളാഹുവേ, അവരെയും ഞങ്ങളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, സുഹൃത്തുക്കൾ, സഹപാഠികൾ, ഞങ്ങളുടെ ശിഷ്യന്മാർ,
അള്ളാഹുവെ ഞങ്ങളുടെ ഗുരുനാഥന്മാർ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ. അള്ളാഹുവയുടെ ഖബറുകൾ നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവെ നിന്റെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യുന്ന സഹോദരങ്ങൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും ഹിമ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങൾ ഇടപെടുന്ന മേഖലകൾ, ഞങ്ങളുടെ കച്ചവടങ്ങൾ, അള്ളാഹുവെ ഞങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ ക്രയവിക്രയങ്ങൾ, എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. അള്ളാഹുവെ നിനക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് ഒരു തരിമ്പ് പോലും ശിർക്കിന്റെ കലർപ്പില്ലാതെ ശുദ്ധമായ തൗഹീദിന്റെ ഉടമകളായി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആ ഷഹാദത്തിന് സാക്ഷികളായി അവസാന നിമിഷത്തിൽ, അവസാന ശ്വാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് മരിക്കുന്ന മുത്തക്കുകളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഗഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.